Anywhere you go, anywhere you go, give it all. 0 പോയിന്റ് സംവിധാനം ചെയ്ത് 2025 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ജലാൻ പുലാങ്. ഭർത്താവിന് നഷ്ടപ്പെട്ട ഭാര്യയുടെ പോരാട്ടം, അതിനിടയിൽ ഒരു മകൾക്ക് കൊടൂര ദുരൂഹതകൾ നിറഞ്ഞ പ്രേതബാധ കയറുന്നു. മകളെ നിയന്ത്രിക്കുന്ന എന്തോ ഒരു ശക്തി മകളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് അവൾ കണ്ടെത്തുന്നു. ആ കൊടൂര ദുഷ്ടശക്തിയെ മകളുടെ പിറന്നാളിന് മുൻപേ നശിപ്പിക്കണം. എന്നാൽ മാത്രമേ മകളെ രക്ഷിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ മകൾക്ക് മാത്രമല്ല, ആ കുടുംബത്തിലെ എല്ലാവരും കൊല്ലപ്പെടും. എങ്കിൽ ആ പ്രേതം, ആ ദുഷ്ടശക്തി ആരായിരിക്കും? ആരോടായിരിക്കും പക? എന്തിനു വേണ്ടിയായിരിക്കും? സമയത്തെ മുൾമുനയിൽ നിർത്തി പേടിയുള്ളവർക്ക് ഭയത്തെ നെഞ്ചോട് ചേർത്ത് പേടിച്ച് വിറച്ച് കാണാൻ പറ്റിയ ഒരു കൊടൂര കിഡിലോസ്കി ചിത്രമാണിത്. അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിന്റെ തുടക്കത്തിൽ അർദ്ധരാത്രി ഇന എന്നൊരു ലേഡി ഇരുന്ന് വിഷമിച്ച് കരയുന്നത് കാണാം. നോക്കിയാൽ അവളുടെ ഒരേ ഒരു മകൾ അവിടെ മരിച്ചു കിടക്കുന്നു. മോളെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിനക്ക് നല്ലൊരു അമ്മയല്ല. ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ തോറ്റുപോയി. എന്നോട് ക്ഷമിക്കണേ മോളെ, നിന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇന കരയുകയാണ്. പെട്ടെന്ന് ഇനയ്ക്ക് എന്തായി എന്നറിയില്ല. ഭ്രാന്ത് പിടിച്ച പോലെ അവിടെയുള്ള ഒരു വലിയ കത്തിയെടുത്ത് അവൾ വളർത്തുന്ന ആടിനെയൊക്കെ ചറപറാന്ന് വെട്ടിക്കൊല്ലുകയാണ്. എന്നിട്ട് എന്നോട് ചെയ്തതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും, വെറുതെ വിടില്ല ഒന്നിനെയും ഞാൻ എന്നൊക്കെ പറഞ്ഞ് ആരെയോ ശപിച്ച് അതിനടുത്തുള്ള ഒരു ബംഗ്ലാവ് ഉണ്ട്, അവിടേക്ക് പോവുകയാണ്. അവിടെ ഒരു അച്ഛൻ, അമ്മ, അവരുടെ ഒരു കുട്ടി, അങ്ങനെ സന്തോഷമായി കഴിയുന്ന ഒരു ഫാമിലിയെ കാണാം. അവരുടെ മകളായ ലിസ്റ്റിനിയുടെ പിറന്നാളാണ് ഇന്ന്. പിറന്നാൾ ഒക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുമ്പോൾ അതൊക്കെ പുറത്തുനിന്ന് ഇന കണ്ടുകൊണ്ട് നിന്ന് ആകെ വിഷമിച്ച് കയറിൽ തൂങ്ങി ആ ഫാമിലിയുടെ സന്തോഷം കണ്ടുകൊണ്ട് തുടിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. അത് കണ്ട ലിസ്റ്റിനി, ആ കുട്ടിപ്പെണ്ണ്, അയ്യോ അച്ഛ, അമ്മേ, ദേ നോക്ക്, അവരെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് അലറിക്കരയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ലേഡി തൂങ്ങി മരിച്ചു പോവുകയും ചെയ്തു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ലിസ്റ്റിനി എന്ന ആ കുട്ടിപ്പെണ്ണ് വളർന്നു വലുതായി. കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. പെൺകുട്ടിയുടെ പേര് അറും, ആൺകുട്ടിയുടെ പേര് രാമ. ഇപ്പോൾ അറും സ്കൂളിൽ വന്നിട്ട് ഇനി 5 ദിവസമേ ഉള്ളൂ എൻ്റെ പിറന്നാളിന്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ, അതുകൊണ്ട് സെലിബ്രേഷൻ നടത്തുമ്പോൾ എല്ലാവരും വരണം എന്ന് അവളുടെ കൂട്ടുകാരികളോട് പറയുകയാണ്. അങ്ങനെ ഓരോരുത്തരെയും ക്ഷണിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുൻപിൽ തുടക്കത്തിൽ ഇന എന്നൊരു ലേഡി ആത്മഹത്യ ചെയ്തിരുന്നില്ലേ, അവളുടെ പ്രേതത്തെ കണ്ട് ലിസ്റ്റിനി ഞെട്ടുകയാണ്. അവൾ അലറിയത് കണ്ട് എന്ത് പറ്റിയടി എന്ന് ചോദിച്ചെങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല. അവൾക്ക് ഇപ്പോഴും അവിടെ ആ പ്രേതം ഇരുന്നതായി കാണുകയാണ്. ആകെ ഭയം തോന്നിയ അവൾ കോമ്പസ് എടുത്ത് പ്രേതത്തിന്റെ ദേഹത്തേക്ക് ഒരൊറ്റ കുത്ത്. എന്നാൽ അവൾ കുത്തിയത് പ്രേതത്തെ ആയിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിയായിരുന്നു. വേദനിച്ച് അവൾ അലറുകയാണ്. അവിടെയുള്ള ഓരോരുത്തരെയും പ്രേതത്തെ പോലെ കാണുകയും കോമ്പസ് എടുത്ത് ഓരോരുത്തരെയും അവൾ കുത്താൻ തുടങ്ങി. ആ ക്ലാസ് റൂം മൊത്തം രക്തം കൊണ്ട് നിറഞ്ഞ്. അങ്ങനെ അറൂമിനെ എല്ലാവരും കൂടി പിടിച്ച് നേരെ കൊണ്ടുപോയി ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് ഇരുത്തിയപ്പോൾ അവിടേക്ക് അവളുടെ അമ്മ ലിസ്റ്റിനി എത്തുകയാണ്. ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളൊക്കെ ലിസ്റ്റിനിയോട് വിശദീകരിച്ച ശേഷം നിങ്ങൾക്ക് 2 ചോയ്സ് തരാം. ഒന്നുകിൽ ഇവളെ ഈ സ്കൂളിൽ നിന്നും TC വാങ്ങി കൊണ്ടുപോകണം, അഥവാ നിങ്ങൾ കൊണ്ടുപോകുന്നില്ല എങ്കിൽ ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. പിന്നീടുള്ള ലീഗൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതൊക്കെ കേട്ട് ലിസ്റ്റിനി അവളെ അവിടുന്ന് കൂട്ടിപ്പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾ അവളെ ഓരോന്നും പറഞ്ഞു വഴക്ക് പറയാൻ തുടങ്ങി. ഇവൾക്ക് ഭ്രാന്താണെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ ചേർക്കണം, അല്ലാതെ സ്കൂളിലല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ എത്തിയ ശേഷം ലിസ്റ്റിനി അവളുടെ മറ്റൊരു മകളെ കാണാൻ പോവുകയാണ്. ലിസ്റ്റിനിക്ക് മറ്റൊരു മകനല്ലേ ഉള്ളൂ, മകളില്ലല്ലോ എന്ന് നോക്കിയാൽ ഇത് ലിസ്റ്റിനിയുടെ സ്വന്തം മകളല്ല, ലിസ്റ്റിനിയുടെ ഹസ്ബൻഡ് ദത്തെടുത്ത് വളർത്തിയ മറ്റൊരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ പേര് ലിയ. അറും ക്ലാസ്സിൽ ചെയ്ത എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച് ലിയയോട് പറയുമ്പോൾ, അമ്മേ, ഞാൻ അവളുടെ കാര്യം നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതല്ലേ, ഇപ്പോൾ അവളുടെ പ്രശ്നം ഓരോ ദിവസം കഴിയുമ്പോൾ കൂടി വരികയാണ്. അതിനാൽ ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന കേൾക്ക്, ഇവിടെ നല്ലൊരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അവൾക്ക് നോർമൽ ആവാൻ പറ്റുകയുള്ളൂ. എന്നാൽ ലിസ്റ്റിനി ആണെങ്കിൽ, എടി, ഇവൾ എൻ്റെ മകളാണ്,
നിന്നെയും ഞാൻ എൻ്റെ മകളായിട്ടാണ് കാണുന്നത്. നീ അവളെ ഒരു രോഗിയായി കാണല്ലേ. ഒരു കാരണവശാലും ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ എൻ്റെ മകളെ കൊണ്ടുവിടില്ല. അവൾക്ക് അത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നീ അവളോട് ഒരു പേഷ്യൻറ്റിനെ പോലെ സംസാരിക്കാതെ സഹോദരിയെ പോലെ സംസാരിക്ക് എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റിനി അറുമിനെ കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന വഴിയിൽ അമ്മേ ചേച്ചി എന്താ പറഞ്ഞ് എന്നെ എന്താ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്നെ അവിടെ ചേർക്കാൻ പോവുകയാണോ? ഞാനൊരു ഭ്രാന്തിയാണോ? ഏയ് മോളെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിനക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ലിയ പറഞ്ഞതോർത്ത് വിഷമിക്കേണ്ട. ചെറിയ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രം മതി. അതൊക്കെ ശരിയാവും. ഞാൻ നിൻ്റെ കൂടെയുണ്ട് മോളെ എന്നൊക്കെ പറയുമ്പോൾ അവൾ ആശ്വസിച്ച് മെല്ലെ മിററിലേക്ക് നോക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ ആ കൊടൂരം പ്രേതമുള്ളത് പോലെ കാണുകയാണ്. അത് നിനക്ക് സുഖമാവൂ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നത് പോലെ കാണുകയാണ്. എന്നാൽ ആ കാര്യമൊന്നും അവൾ അമ്മയോട് പറഞ്ഞില്ല. അങ്ങനെ ഒടുവിൽ അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ലിസ്റ്റിനയുടെ മകൻ നിന്നിട്ടുണ്ട്. ചേച്ചിയോട് സംസാരിക്കാൻ നോക്കിയെങ്കിലും അറും ഒന്നും പറയാതെ അവിടുന്ന് റൂമിലേക്ക് പോവുകയാണ്. എന്താ അമ്മേ ചേച്ചി എൻ്റെ അടുത്ത് സംസാരിക്കാതെ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല മോനെ, അവൾക്ക് ചെറിയ സുഖമില്ല, അവൾ പിന്നെ നിന്നോട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ അവന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നേരെ ആ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ പെട്ടെന്ന് അവൾ വ്യത്യസ്തമായി ബെഡിലേക്ക് ഒരൊറ്റ വീഴ്ച. ചേച്ചി എന്തു പറ്റി എന്ന് പോയി ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. എന്താടാ നിനക്ക് വേണ്ടത് എന്നൊരു ചോദ്യം. ചേച്ചിക്ക് എന്തു പറ്റി? വാ നമുക്ക് പുറത്ത് പോയി കളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശരി നീ പുറത്ത് വെയിറ്റ് ചെയ്യ്, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഡോർ അടക്കുകയാണ്. ഇതേ നേരം ലിസ്റ്റിനെയാണെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ ഓർത്ത് ഫോട്ടോ നോക്കി ഫീൽ ചെയ്ത് നിൽക്കുകയാണ്. ഹസ്ബൻഡ് എവിടെ പോയി എന്ന് വെച്ചാൽ അതായത് വർഷത്തിൽ കൃത്യം ഒരു 4 വർഷത്തിൽ ലീപ്പ് ഇയർ ഉണ്ടല്ലോ. ലീപ്പ് ഇയർ അതായത് വർഷത്തിൽ 365 ദിവസമല്ലേ ഉള്ളൂ. എന്നാൽ ഒരു വർഷം മാത്രം 366 ദിവസമുണ്ട്. ഫെബ്രുവരി 28 പകരം 29 ഉണ്ട്. സോ ഫെബ്രുവരി 29 മകൾ അറും ജനിച്ചത്. അതിനാൽ 4 വർഷത്തിൽ ഒരിക്കലേ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്തിട്ട് 4 വർഷമായി. 4 വർഷം മുൻപ് അറുമിൻ്റെ ബർത്ത്ഡേ ദിവസം അറും കേക്കിൻ്റെ അടുത്ത് ഇരുന്നത് കണ്ട് അച്ഛൻ അടുത്തു പോയി നീ എന്താ മോളെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അറും തിരിഞ്ഞു നോക്കി കത്തിയെടുത്ത് അച്ഛൻ്റെ കഴുത്തിലേക്ക് ഒരൊറ്റ വെട്ട്. അവളുടെ ശരീരത്തിൽ ആ കൊടൂര പ്രേതം കയറിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ആത്മഹത്യ ചെയ്ത ഇന എന്ന ലേഡിയുടെ പ്രേതം കയറിയിട്ടുണ്ടായിരുന്നു. കഴുത്ത് മുറിഞ്ഞ് രക്തം ഒഴുകിക്കിടക്കുന്ന ഹസ്ബൻഡിനെ കണ്ട് എന്തു പറ്റി മനുഷ്യ, ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട, ഞാൻ മരിക്കുമെന്ന കാര്യം ഉറപ്പായി. അതിനു മുൻപ് നിന്നോട് ഒരു കാര്യം പറയാം. അറൂമിനെ ശ്രദ്ധിക്കണേ. അവളെ രക്ഷിക്കാൻ ഞാനും ഒരു മന്ത്രവാദിയും ചേർന്ന് ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് അവളെ രക്ഷിക്കാൻ നോക്ക് എന്ന് പറഞ്ഞാണ് അയാൾ മരിച്ചു പോയത്. അങ്ങനെ അതൊക്കെ ഓർത്ത് ഇപ്പോൾ ലിസ്റ്റിനി ആ ഡയറി എടുത്ത് ഓപ്പൺ ചെയ്ത് വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഓരോ ലീപ്പ് ഇയർ ആ ദിവസം വരുമ്പോഴാണ് നമ്മുടെ മകൾ വയലൻ്റ് ആകുന്നത്. അവളുടെ ശരീരത്തിൽ ഒരു ശാപം കയറിയിട്ടുണ്ട്. അടുത്ത ലീപ്പ് ഇയർ വരുമ്പോൾ അതിനെ ഇല്ലാതെയാക്കണം. അതിനു വേണ്ടത് ഞാൻ ഈ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച ഓരോ മന്ത്രവാദികളെയും പോയി നീ കാണണം. അതിലൊരു മന്ത്രവാദിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അയാൾക്ക് മകളുടെ ശരീരത്തിലുള്ള ആ പ്രേതാത്മാവിനെ ആവാഹിച്ച് കൊണ്ടുപോകാൻ പറ്റും. ആ ശാപത്തിൽ നിന്നും മകളെ രക്ഷിക്കാൻ പറ്റും. അതൊക്കെ ലിസ്റ്റിന് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പുറത്ത് അറുമും രാമയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറുമിൻ്റെ ശരീരത്തിലേക്ക് വീണ്ടും ആ പ്രേതാത്മാവ് കയറി രാമനെ അവിടെയുള്ള കുന്ത്രാണ്ടത്തിൽ ഇരുത്തി കറക്കാൻ തുടങ്ങി. ഒരുമാതിരി സൈക്കോയെ പോലെ പ്രേതം കയറിയ അറും അവൻ്റെ തല കറങ്ങുന്ന പോലെ കറക്കുകയാണ്. ആ കുന്ത്രാണ്ടത്തിൻ്റെ നടുവിൽ ഒരു കമ്പിയുണ്ട്, കൂർത്ത കമ്പി. അതിൽ അവൻ്റെ ശരീരം ടച്ച് ചെയ്ത് കുത്തി അവനെ കൊല്ലാനുള്ള പ്ലാനാണ്. അവൻ്റെ കരച്ചിൽ കേട്ട് അവിടേക്ക് ലിസ്റ്റിന് ഓടിയെത്തുകയാണ്. എന്താ നീ അവനെ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് ആ കുന്ത്രാണ്ടത്തെ പിടിച്ചു നിർത്തിയപ്പോൾ ലിസ്റ്റിനിയുടെ കയ്യിൽ ആ കമ്പി കൊണ്ട് രക്തം വരാൻ തുടങ്ങി. മകനെ എടുത്ത് പോകാൻ നോക്കുമ്പോൾ കയ്യിലെ ആ രക്തം കാണുമ്പോൾ അറുമുൻ നോർമലാവുകയാണ്. എന്തു പറ്റിയമ്മേ, അനിയൻ എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കുമ്പോൾ മോളെ, നിന്റെ പ്രശ്നം തീർക്കാനുള്ള മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോകണം എന്ന് പറഞ്ഞ് മകനെയും കൂട്ടി അകത്തേക്ക് പോയപ്പോൾ നോക്കിയാൽ അറൂമിൻ്റെ പുറത്ത് എന്തോ മുറിവ് പറ്റിയ പോലെ രക്തം ഒഴുകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം 3 പേരും അവിടെ നിന്ന് പോവാൻ റെഡിയാകുമ്പോൾ അനിയനോട് എടാ സോറിടാ, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ എന്ന് പറയുകയാണ്. എന്നാൽ അവൻ മിണ്ടാണ്ട് അവിടെ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ എടാ ചേച്ചി മാപ്പ് പറഞ്ഞതല്ലേ, നീ ക്ഷമിക്കടാ, എന്തെങ്കിലും ഒന്ന് പറ അവളോട് എന്ന് പറയുമ്പോൾ ഞാൻ ക്ഷമിക്കാം, പക്ഷേ ഇനി എന്നോട് ഇങ്ങനെ ഒന്നും ചെയ്യരുത്, അതിന് സത്യം ചെയ്യ് എന്നൊക്കെ അവൻ പറയുകയാണ്. അന്നേരം അവിടേക്ക് ദത്തുപുത്രി ലിയ വന്നിട്ട് അമ്മേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ മോശമായ രീതിയിലല്ല അറൂമിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. അവളോടുള്ള സ്നേഹം കൊണ്ടാണ്, അവൾക്ക് സുഖപ്പെടാൻ വേണ്ടിയാണ്, അവളുടെ അസുഖം മാറാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ മോളെ, എനിക്ക് അറൂമും നീയും വേറെ വേറെയല്ല, 2 പേരും എൻ്റെ മക്കളാണ്, നീയും എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുകയാണ്.
അതൊക്കെ എനിക്കറിയാം അമ്മേ, എന്നാൽ അറൂമിനെ മന്ത്രവാദിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. എന്തിനാ വെറുതെ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയി സമയം കളയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, ഇതാണ് അവസാനത്തെ ശ്രമം. ഇതുവഴി ഞാൻ എന്തായാലും അറൂമിനെ രക്ഷപ്പെടുത്തും എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ ലിയയും അതിന് സമ്മതിക്കുകയാണ്. അതേപോലെ ലിയയും അവരുടെ കൂടെ മന്ത്രവാദിയെ കാണാൻ പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അറൂം ആണെങ്കിൽ വഴിയിലാണെങ്കിൽ സ്കൂൾ കുട്ടികൾ അവരൊക്കെ നന്നായി സ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു വിഷമം. അത് കണ്ട് ലിസ്റ്റിനി, മോളെ നീ വിഷമിക്കേണ്ട, നിനക്ക് സുഖമായ ശേഷം നിന്നെ നീ ആഗ്രഹിച്ച ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ചേർക്കാം. അത് കേട്ടപ്പോഴാണ് അറൂമിന് സന്തോഷമായത്. അന്നേരം അനിയൻകുട്ടൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കാറിൽ ഉണ്ടായിരുന്ന ഒരു ലോക്കറ്റ് എടുത്ത് അതിലുണ്ടായിരുന്ന ഒരു കീ എടുക്കുകയാണ്. എന്നിട്ട് ഇത് എന്തിൻ്റെ കീയാണ് അമ്മേ എന്ന് ചോദിക്കുമ്പോൾ, എടാ നീ അത് മര്യാദയ്ക്ക് അവിടെ എടുത്തു വെക്ക്, അത് മിസ്സാക്കരുത് എന്ന് പറയുമ്പോൾ, അമ്മേ പറ ഇതെന്താ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ, ഇത് നമ്മുടെ ഗ്രാമത്തിലുള്ള വീടിൻ്റെ കീയാണ്, ഇത് കളയാൻ പാടില്ല, മര്യാദയ്ക്ക് അവിടെ തന്നെ വെക്ക് എന്ന് പറയുമ്പോൾ അവൻ അതനുസരിച്ച് അവിടെ തന്നെ വെക്കുകയാണ്. അങ്ങനെ അവർ യാത്ര ചെയ്ത് പകൽ മൊത്തം യാത്ര ചെയ്ത് രാത്രിയാകുമ്പോഴാണ് അവർ അന്വേഷിച്ചു പോകുന്ന ആദ്യത്തെ മന്ത്രവാദിയുടെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അറൂമിന് അവിടെ പുറത്ത് ഒരു പയ്യൻ്റെ പ്രേതാത്മാവ് നിൽക്കുന്നതായി കാണുകയാണ്. ഒരു തവണ അത് ക്രോസ് ചെയ്തു പോയെങ്കിലും രണ്ടാമത്തെ തവണ പെട്ടെന്ന് അവരുടെ മുൻപിൽ വന്ന് പകവീട്ട് എന്ന് പറയുകയാണ്. അത് കണ്ട് അവൾ അയ്യോ അമ്മേ പ്രേതം എന്ന് പറഞ്ഞ് അലറുകയാണ്. മോളെ നീ ഒന്നും പേടിക്കേണ്ട, നമ്മൾ മന്ത്രവാദിയുടെ അടുത്താണ് പോകുന്നത്, മന്ത്രവാദി നിന്റെ പ്രശ്നമെല്ലാം തീർത്തു തരും എന്ന് പറഞ്ഞിട്ട് നേരെ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. മന്ത്രവാദി അവളെ കണ്ടതോടെ മന്ത്രവാദിക്ക് മനസ്സിലായി. അങ്ങനെ മന്ത്രവാദി പറയുന്നു, അവളുടെ ശരീരത്തിൽ വർഷങ്ങളായി ഒരു പ്രേതമുണ്ട്, അവളെ പിടിവിടാതെ ആത്മാവ് എപ്പോഴും കൂടെ തന്നെയുണ്ട്, ആ ആത്മാവിനെ ഒഴിപ്പിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ചോദിക്കുന്ന പണം മാത്രം എനിക്ക് തന്നാൽ ആ പ്രേതത്തെ ഞാൻ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് തരാം എന്നൊക്കെ സംസാരിക്കുമ്പോൾ ആ ഗ്യാപ്പിൽ അറൂമും അനിയൻകുട്ടനും മൂത്രമൊഴിക്കാനായി അവിടെ നിന്ന് പോവുകയാണ്. അതും ബാത്റൂമിലോട്ടല്ല, ഓപ്പൺ സ്പേസ്, കാട്ടിലേക്ക് പോവുകയാണ്. അന്നേരം അനിയൻകുട്ടൻ പെട്ടെന്ന് മുന്നിലൂടെ കളിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അനിയൻകുട്ടൻ അപ്രത്യക്ഷമാവുകയാണ്. അതേപോലെ അറൂമിന് എന്തൊക്കെയോ തലചുറ്റുന്ന പോലെ ഫീൽ ആവാൻ തുടങ്ങി. അന്നേരം മുൻപിലേക്ക് നേരത്തെ കാറിൽ വരുമ്പോൾ ഒരു പയ്യൻ്റെ പ്രേതാത്മാവിനെ കണ്ടിരുന്നില്ലേ, ആ പ്രേതം വന്നിട്ട് ഒരു ഭാഗത്തേക്ക് കൈ കാട്ടുകയാണ്. അവിടെ എന്താ ഉള്ളതെന്ന് ആ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇവർ കാണാൻ വന്ന മന്ത്രവാദി സാധാരണ ഒരു മന്ത്രവാദിയല്ല, പൈസക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മന്ത്രവാദിയാണ്. ഇപ്പോൾ കണ്ട ആ കുട്ടി പയ്യൻ്റെ പ്രേതം ഉണ്ടല്ലോ, ആ പയ്യനെ കൊടൂരമായി കൊന്ന് ദുഷ്ടശക്തികൾക്ക് ബലിയായി കൊടുത്തതാണ്. അതൊക്കെ ഇപ്പോൾ ആ കുട്ടി പയ്യൻ അറൂമിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതേ നേരം മന്ത്രവാദിയുടെ വീട്ടിൽ ലിസ്റ്റിനിയോടും ലിയയോടും, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം, ആ പ്രേതത്തെ ഒഴിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം, അതിനുശേഷം നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞ് മന്ത്രക്രിയകൾ ഒക്കെ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ഒരുക്കുമ്പോഴാണ് കാട്ടിൽ അറൂം അലറിക്കരയുന്ന ശബ്ദവും അവിടെയുള്ള കപ്പക്കിഴങ്ങിൻ്റെ ചെടിയൊക്കെ ഭയങ്കരമായി ആടുന്നതായി കാണുന്നത്. അതിനാൽ ആ ചെടികളൊക്കെ ആരാ ആട്ടുന്നത് എന്നറിയാൻ മെല്ലെ ആ കപ്പക്കിഴങ്ങ് തോട്ടത്തിലൂടെ നടന്നു നോക്കുമ്പോൾ അവിടെ അറൂം നിൽക്കുന്നത് കാണുകയാണ്. ഇവിടെ എന്തിനാ നീ നിൽക്കുന്നേ, എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ അവളുടെ മുഖം മൊത്തം രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കൊടൂര രൂപമായി കാണുകയാണ്. ആകെ ഭയന്ന മന്ത്രവാദി കണ്ണടച്ച് തുറന്നു നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അവിടെ അതിനെ കാണാനില്ല. ഈ പ്രേതത്തെ കൊണ്ട് തോറ്റുപോയല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ആ പ്രേതം വന്ന് അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. അന്നേരം അവിടേക്ക് രണ്ടുപേരും ഓടിയെത്തി അറൂമിൻ്റെ ശരീരത്തിലുള്ള പ്രേതാത്മാവിനോട് ദയവ് ചെയ്ത് അയാളെ വെറുതെ വിട് എന്ന് കെഞ്ചി ചോദിക്കുകയാണ്. ഇല്ല, ഇവനെ വിടില്ല, എന്നെക്കാളും ഭയങ്കര മോശമായ ആളാണ്, ഒരു പയ്യനെ, ചെറിയ പയ്യനാണെന്ന് പോലും നോക്കാതെ ഭയങ്കരമായി ബലി കൊടുത്ത ആളാണിവൻ, ഇവനെയും ഞാൻ കൊല്ലാതെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് മന്ത്രവാദിയെ കൊടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ആ കൊലയ്ക്ക് ശേഷം പ്രേതാത്മാവ് അറൂമിൻ്റെ ശരീരം വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ ആ മന്ത്രവാദി കൊല്ലപ്പെട്ടതോടുകൂടി എല്ലാവരും അവിടുന്ന് യാത്ര തിരിച്ചു. ഇനി അടുത്ത രണ്ടാമത്തെ മന്ത്രവാദിയെ കാണാനുള്ള യാത്രയാണ്. അതേപോലെ അറൂമിൻ്റെ ബർത്ത്ഡേക്ക് ഇനി 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ 4 ദിവസത്തിൽ അവളുടെ ശരീരത്തിലെ പ്രേതത്തെ ഒഴിപ്പിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കും. അങ്ങനെ അവർ ഒരു കോവിലിലേക്ക് പോയി അവിടെ ഒരു മന്ത്രവാദിനെ മീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അറൂമിനെ ഒരു ചെയറിൽ ഇരുത്തി അവളുടെ കൈയൊക്കെ കെട്ടിവെച്ച് അവളുടെ തലയിൽ എന്തോ മന്ത്രിച്ച വെള്ളം ഒഴിച്ച്
എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ തുടങ്ങി. അതിനുശേഷം ലിസ്റ്റിനിയെ കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി അവളെ ഹിപ്നോട്ടിസം ചെയ്ത് പഴയ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറയുകയാണ്. ലിസ്റ്റിനി ചെറുതായിരിക്കുമ്പോൾ വീടിൻ്റെ അടുത്ത് ആടുകളെ ഒക്കെ മേയ്ക്കുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അവളുടെ പേര് ഇന ആണല്ലോ തുടക്കത്തിൽ ആത്മഹത്യ ചെയ്തത്. ഇനക്ക് കാലിന് സുഖമില്ലാത്ത വികലാംഗിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ഇനയുടെ മകൾ ഇടയും ലിസ്റ്റിനിയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അവർ ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ച് രസിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ ലിസ്റ്റിനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുമാത്രം പോരാ, ഇനിയും കുറച്ച് കൂടുതൽ ഓർമ്മിച്ച് പറ എന്നുകൂടി മന്ത്രവാദി പറയുമ്പോൾ അവൾ ഓർക്കാൻ തുടങ്ങി. കുട്ടിപ്പെണ്ണായിരുന്ന ലിസ്റ്റിനിയും അവളുടെ അച്ഛനും അമ്മയും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇനയുടെ പ്രേതാത്മാവ് അവരുടെ കാറിൻ്റെ മുന്നിൽ വന്ന് ഭയപ്പെടുത്തുമ്പോൾ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് ആക്സിഡൻ്റ് ആവുകയായിരുന്നു. ആ ആക്സിഡൻറ്റിൽ അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ലിസ്റ്റിനിയെ അന്ന് ആരോ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോയി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മന്ത്രവാദിനിയോട് പറയുമ്പോൾ അത് കേട്ട് മന്ത്രവാദിനി പറയുന്നു, ഇനയുടെ പ്രേതാത്മാവാണ് അറുമിൻ്റെ ശരീരത്തിലുള്ളത്. അവളുടെ ഉള്ളിൽ ഒരു പകയുണ്ട്. അതിനു മുന്നിൽ എൻ്റെ മന്ത്രവാദത്തിന് ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് അവളെ തളച്ചു നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോയിക്കോ എന്ന് മന്ത്രവാദി പറയുകയാണ്. ആ സംസാരം നടന്നുകൊണ്ടിരിക്കെ മറ്റേ വശത്ത് രാമ ആണെങ്കിൽ തൻ്റെ ചേച്ചിയെ അവർ ഇത്രയും കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ എന്നോർത്ത് വിഷമിച്ച് നോക്കുകയാണ്. അന്നേരം ഇനയുടെ പ്രേതം മനുഷ്യൻ്റെ രൂപത്തിൽ വന്നിട്ട്, അതാരാ, നിന്റെ ചേച്ചിയാണോ? അവളെ അവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത് കണ്ട് നീ വെറുതെ നോക്കി നിൽക്കുകയാണോ? പോയി അവളെ അഴിച്ചുവിട്, അവളെ പോയി രക്ഷിക്ക് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവനാണെങ്കിൽ മെല്ലെ മെല്ലെ ആ കെട്ട് അഴിച്ചുവിടാൻ അവളുടെ അടുത്തേക്ക് പോവുകയാണ്. പോയി അവളുടെ കൈ കാലൊക്കെ കെട്ടിയത് അഴിച്ചു വിടുകയാണ്. അഴിച്ചു വിട്ടതും പെട്ടെന്ന് ഇനയുടെ ആത്മാവ് അവളുടെ ശരീരത്തിൽ കയറുകയും ചെയ്തു. ആത്മാവ് കയറിയതും അവനെ തള്ളിമാറ്റി അവിടുന്ന് ഓടിപ്പോയി അവിടെയുള്ള ഒരു വേലക്കാരൻ്റെ ദേഹത്തേക്ക് ചാടി കയറി വീണ് അവൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അന്നേരം അവിടേക്ക് ലിസ്റ്റിനി ഓടിയെത്തി മകനെ എഴുന്നേൽപ്പിച്ച് നിർത്തി വേലക്കാരനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ അറും അടങ്ങി നിൽക്കുന്നതേയില്ല. അന്നേരം അവിടേക്ക് മന്ത്രവാദിനി വന്ന്, ഏയ് ഇന, നീ ആരാണെന്ന് എനിക്കറിയാം, നിന്റെ കോപം നിർത്ത് എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രേതം അത് അനുസരിക്കാതെ മന്ത്രവാദിനിയുടെ കൈവിരൽ രണ്ടെണ്ണം കടിച്ച് മുറിച്ച് എടുത്ത് ആ സ്ഥലം വിട്ട് ഓടാൻ തുടങ്ങി. എന്നിട്ട് നടു റോട്ടിൽ നിന്ന് ഒരു ബോട്ടിൽ എറിഞ്ഞ് ഉടച്ച് അതിലേക്ക് പ്രേതം കയറിയ അറൂമിൻ്റെ ശരീരം ആ കാല് നിലത്തേക്ക് ഉരച്ച് കാലിനെ വേദനിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, അതുവഴി വന്ന ഒരു വാനിൻ്റെ നേർക്ക് നിന്ന് അറൂമിൻ്റെ ശരീരം വാനിൽ ഇടിച്ച് നിലത്തിടുകയാണ്. നിലത്ത് വീണ് തല ഇടിച്ചെങ്കിലും ഭാഗ്യത്തിന് അവളുടെ ജീവനൊന്നും സംഭവിച്ചില്ല. അതിനുശേഷം മന്ത്രവാദിനി അറൂമിൻ്റെ കഴുത്തിൽ ഒരു മാല ഇട്ടുകൊടുത്ത്, പ്രേതത്തെ നമുക്ക് അടക്കി നിർത്താൻ പറ്റില്ല, പക്ഷെ ഇനി ആ പ്രേതത്തിൽ നിന്നും ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഈ മാല ഇവളെ സംരക്ഷിക്കും. അതേപോലെ ഈ മാല നിന്റെ പഴയകാല ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനും സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് മന്ത്രവാദിനി ആ കോവിലിൽ നിന്നും അവരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ആ മന്ത്രവാദിനിയെ കൊണ്ടും പ്രേതത്തെ ഒഴിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ആ ഡയറിയിൽ അടുത്ത മന്ത്രവാദിയുടെ അഡ്രസ്സ് നോക്കി അവരങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ കുറേ സഞ്ചരിച്ചപ്പോൾ അവർക്ക് ഉറക്കം വരികയാണ്. ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി. അന്നേരം അറൂം മാത്രം ഉറക്കത്തിൽ നിന്നും ഉണരുകയാണ്. എന്തെന്നാൽ അവളുടെ പേര് വിളിച്ച് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ട് ഉണർന്നു നോക്കുമ്പോൾ അത് അവളുടെ മരിച്ചുപോയ അച്ഛനായിരുന്നു. അച്ഛൻ്റെ പ്രേതത്തെ കണ്ട അറൂം കാറിൽ നിന്നും ഇറങ്ങി അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അവൾക്ക് പണ്ട് അച്ഛൻ്റെ കഴുത്ത് മുറിച്ച് അച്ഛനെ കൊലപ്പെടുത്തിയ ആ രംഗം മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. പെട്ടെന്ന് അവൾ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ്. കഴിഞ്ഞ കാലത്ത് നടന്ന ആ ഒരു കാര്യം ആ മാല അവളെ ഓർമ്മിപ്പിച്ചതായിരുന്നു. അതിനാൽ ഇപ്പോൾ ഞെട്ടി ഉണർന്ന അറൂം, അമ്മേ, ഞാനാണ് അച്ഛനെ കൊന്നത്, ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് അച്ഛനെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ പേടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ വിഷമിച്ച് കരയുമ്പോൾ ലിയയും ലിസ്റ്റിനിയും അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അറൂമിൻ്റെ പിറന്നാൾ വരാൻ ഇനി വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ. അന്നേരം അറൂം, അമ്മേ, ഇനി നമുക്ക് മുന്നോട്ട് പോകണോ? ആ മന്ത്രവാദിനെ കൊണ്ട് പ്രേതത്തെ വിളിപ്പിക്കാൻ പറ്റിയില്ല, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയാലോ? അത് കേട്ട് ലിസ്റ്റിനി, മോളെ, നീ ഒന്നും പേടിക്കണ്ട, നിന്റെ ശരീരത്തിലേക്ക് വരുന്ന പ്രേതത്തെ ഏത് രീതിയിലാണെങ്കിലും ഞാൻ ഒഴിപ്പിച്ചിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടേ സന്തോഷത്തോടെ നമ്മൾ വീട്ടിലേക്ക് പോകൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടുത്ത മന്ത്രവാദിയെ കാണാൻ പോവുകയാണ്. അങ്ങനെ മന്ത്രവാദിയുടെ അടുത്തെത്തിയപ്പോൾ അറൂമിനെ കണ്ട മന്ത്രവാദി, വാ മോളെ വാ, നിനക്ക് വേണ്ടിയാണ് ഞാൻ പല വർഷങ്ങളായി ഇവിടെ കാത്തു നിൽക്കുന്നത്. നിനക്ക് ഇപ്പോഴെങ്കിലും ഇവിടെ വരാൻ തോന്നിയല്ലോ. ഞാനും നിന്റെ അച്ഛൻ സൂര്യയും കൂടി നിന്റെ ശരീരത്തിലെ പ്രേതത്തെ ഒഴിപ്പിക്കാനുള്ള മാർഗങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്നു. എന്നാൽ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ നിന്റെ മകളെ കൂട്ടി ഇങ്ങോട്ടേക്ക് ഇതുവരെ വന്നില്ലല്ലോ. ഇനി അവളുടെ പിറന്നാളിന് 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എന്നെക്കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും?
ഒരു വേള പിറന്നാൾ ദിവസം വന്നെത്തിയെന്ന് കരുതുക. ഇനിയുടെ പ്രേതം അവളെ മൊത്തമായി എടുക്കും. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്നല്ല ദൈവം തന്നെ വിചാരിച്ചാലും അതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റില്ല. അത് കേട്ട് പേടിച്ച് ലിസ്റ്റിനി അയ്യോ എൻ്റെ മോളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ വിഷമിക്കേണ്ട, ആ കാര്യം ഞാൻ ഏറ്റെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്റെ ഹസ്ബൻഡ് സൂര്യയും ഞാനും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ലിയയ്ക്കും അറുമിനും ഒരേ ഡ്രസ്സ് കൊടുക്കുകയാണ്. അറുമിനെ ആണെങ്കിൽ ചികിത്സിക്കാൻ വന്നതാണ്, പ്രേതബാധ ഏറ്റിട്ടുണ്ട്. എന്നാൽ ലിയയ്ക്ക് എന്തിനാണ് വസ്ത്രം കൊടുത്തത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. അങ്ങനെ അതിനുശേഷം പ്രേതത്തെ ഒഴിപ്പിക്കാനുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. അറുമിനെ കോഴിയെ ഒക്കെ കൂട്ടുന്ന ഒരു കൂട് പോലുള്ള ഒരു സംഭവമില്ലേ, അതിൽ നിർത്തി മൂടി അതിൻ്റെ മേലെ ഒരു തുണി വിരിച്ച് നേരെ മുകളിൽ ജീവനുള്ള കോഴികളെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അന്നേരം അവിടേക്ക് ലിയ മന്ത്രവാദിയെ കൊടുത്ത വസ്ത്രം ധരിച്ചു വരുമ്പോൾ ലിസ്റ്റിനി ചോദിക്കുന്നു, നീ എന്തിനാ ഈ വസ്ത്രം ധരിച്ചത്? അറൂമിനല്ലേ ചടങ്ങുകൾ ഉള്ളത്? എനിക്കറിയില്ല, മന്ത്രവാദി പറഞ്ഞു ഞാൻ ധരിച്ചു എന്ന് ലിയ പറയുകയാണ്. അങ്ങനെ മന്ത്രചടങ്ങുകൾ ആരംഭിച്ചു. മന്ത്രങ്ങൾ ചൊല്ലി ചൊല്ലി അവിടെ കെട്ടിത്തൂക്കിയിരിക്കുന്ന ഓരോ കോഴികളുടെയും കഴുത്ത് പിടിച്ച് തിരുമ്മി ബലി കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോഴിക്കൂട്ടിലുള്ള അറൂമിന് ഭയങ്കരമായി വേദന അനുഭവപ്പെടാൻ തുടങ്ങി. എന്നാൽ ട്വിസ്റ്റ് എന്തെന്നാൽ അറൂം അനുഭവിക്കുന്ന അതേ വേദന ലിയയും അനുഭവിക്കാൻ തുടങ്ങി. അവളുടെ വായിൽ നിന്ന് രക്തമൊക്കെ വരാൻ തുടങ്ങി. ഇതെങ്ങനെ സംഭവിക്കുന്നു? ലിയക്ക് പ്രേതബാധ ഇല്ലല്ലോ. ആകെ കൺഫ്യൂഷനായ ലിസ്റ്റിനി നേരെ മന്ത്രവാദിയോട് അടുത്ത് ചെന്ന് അറൂമിൻ്റെ ശരീരത്തിലെ പ്രേതത്തെ അല്ലേ ഒഴിപ്പിക്കാൻ നോക്കുന്നത്? പിന്നെ എങ്ങനെയാ ലിയയുടെ വായിൽ നിന്ന് രക്തമൊക്കെ വരുന്നത്? എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് 2 കുട്ടികൾ, അതായത് അറൂമും രാമനും ഉള്ളപ്പോൾ എന്തിനാണ് മറ്റൊരുത്തിയെ നിന്റെ ഹസ്ബൻഡ് ദത്തെടുത്തത്? ആശ്രമത്തിൽ പോയിട്ട് ലിയയെ എന്തിനാണ് ദത്തെടുത്തത്? ആലോചിച്ച് നോക്ക്, മനസ്സിലാകുന്നില്ല അല്ലേ? എന്തെന്നാൽ നിന്റെ ഹസ്ബൻഡിനും എനിക്കും ആ കാര്യം അറിയാമായിരുന്നു. അറൂമിന്റെ ശരീരത്തിൽ കയറിയ ആ പ്രേതത്തെ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവളുടെ ശരീരത്തിലെ ആത്മാവിനെ മറ്റൊരു ശരീരത്തിലേക്ക് ആവാഹിച്ച് കയറ്റണം. അതിനുവേണ്ടിയാണ് ലിയയെ ദത്തെടുത്തത്. അറൂമിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ലിയയെ ദത്തെടുത്ത് വളർത്തിയത്. അത് കേട്ടതോടെ ലിസ്റ്റിനിക്ക് ഭയങ്കരമായി ദേഷ്യം വരികയാണ്. മന്ത്രവാദിയെ തെറി പറഞ്ഞ് നേരെ ലിയയുടെ അടുത്ത് ചെന്ന്, മോളെ ലിയ, എന്നോട് ക്ഷമിക്കണേ, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇതുവരെയും നിന്നെ എൻ്റെ മകളെ പോലെയാണ് കാണുന്നത്. ഈ ചടങ്ങ് ഞാൻ ഇപ്പോൾ തന്നെ നിർത്താം എന്ന് പറയുമ്പോൾ ലിയ ആണെങ്കിൽ വേണ്ട, നിർത്തേണ്ട. ആ പ്രേതം എൻ്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും. അത് കുഴപ്പമില്ല. അറും രക്ഷപ്പെടട്ടെ. അറുമിനു വേണ്ടി ഞാൻ എത്ര വേദന വേണമെങ്കിലും സഹിക്കാം. ഇനയുടെ പ്രേതം എൻ്റെ ശരീരത്തിലേക്ക് വരട്ടെ. എൻ്റെ ജീവൻ പോയാലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുകയാണ്. ഇല്ല, നിന്റെ എന്നല്ല, ആരുടെയും ജീവൻ പോകാൻ പാടില്ല. എനിക്ക് അറുമും നീയും ഒരുപോലെയാണ്. നിങ്ങൾ 2 പേരും എൻ്റെ മക്കളാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ മറ്റേ വശത്ത് മന്ത്രവാദിക്ക് ഒരു ഷോക്കിംഗ് കാര്യം. മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആ കോഴിക്കോടിന് മേലെ വിരിച്ചിരുന്ന തുണിയെടുത്ത് നോക്കുമ്പോൾ അകത്ത് അറൂമിനെ കാണാനില്ല. പ്രേതം എവിടെ പോയി എന്ന് മന്ത്രവാദി ചുറ്റിലും നോക്കുമ്പോഴാണ് മറ്റൊരു കാര്യം. ആ പ്രേതം അവിടെ ഉണ്ടായിരുന്ന സഹായികളുടെ ഒക്കെ ശരീരത്തിൽ കയറി അവരെ സ്വയം കൊല്ലിപ്പിക്കുകയാണ്. നിലത്തേക്ക് തലയിടിച്ചും സ്വയം മാന്തി കീറിപ്പറിച്ചും ഒക്കെ ഓരോരുത്തരെയും കൺട്രോൾ ചെയ്ത് കൊല്ലിപ്പിക്കുകയാണ്. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ കയറി അവളുടെ നഖം ഉപയോഗിച്ച് മുഖത്തൊക്കെ മാന്തിപ്പറിച്ച് തല തിരിച്ചെടുത്ത് കൊടൂരമായി കൊലപ്പെടുത്തുകയാണ്. അതൊക്കെ കണ്ട മന്ത്രവാദി പേടിച്ച് മൂത്രമൊഴിച്ച് നിൽക്കുമ്പോൾ അവന്റെ നേർക്ക് പ്രേതം വരികയാണ്. എന്നിട്ട് പെട്ടെന്ന് മന്ത്രവാദിയെ പിടിച്ച് അവിടെയുള്ള വലിയൊരു പാത്രത്തിലേക്ക് തല ഇടിച്ച് അങ്ങനെ മന്ത്രവാദിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ എല്ലാവരെയും കൊന്നതിന് ശേഷം ഇതൊക്കെ ചെയ്തത് അറൂമിന്റെ ശരീരത്തിൽ കൂടിയ പ്രേതം ആണല്ലോ. അറൂമിന് അതൊക്കെ മനസ്സിലാവുകയും എല്ലാവരെയും ഞാനാണോ കൊന്നത്, എൻ്റെ ഈ കൈ കൊണ്ട് ഇത്രയും ആൾക്കാരെ ഞാൻ കൊന്നുവല്ലേ എന്ന് സ്വയം വിഷമിച്ച് കരഞ്ഞു നിൽക്കുകയാണ്. അന്നേരം അവളെയും കൂട്ടി പെട്ടെന്ന് അവിടുന്ന് പോകാൻ വേണ്ടി നേരെ വാഹനത്തിൽ കയറി അങ്ങനെ അവർ പോകാൻ തുടങ്ങി. അന്നേരം ലിയ പറയുന്നു, അമ്മേ, ഇനി നമുക്ക് ഒന്നും ചെയ്യുന്നത് വേണ്ട. നമ്മളെ അറിയുന്നവരുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നത്. നമ്മളെ അറിയാത്ത ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകാം. ഇപ്പോൾ ലിസ്റ്റിന ഒരു കാര്യം ഓർക്കാൻ തുടങ്ങി. എന്തെന്നാൽ ഇവളുടെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചതിനു ശേഷം അവരുടെ വീട് മൊത്തത്തിലായി നോക്കാൻ വേണ്ടി അച്ഛൻ്റെ കാർ ഡ്രൈവറായ ഫക്കീർ എന്നൊരു വ്യക്തിക്ക് കൈമാറിയിരുന്നു. അതിനുശേഷം ലിസ്റ്റിനി അവളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പഠിക്കാനായി പോയിരുന്നു. അന്നേരം റിലേറ്റീവ് ആണ് ആ വീടിൻ്റെ കീ ലിസ്റ്റിനിക്ക് കൊടുത്തിട്ട് ഇത് നിന്റെ വീടിൻ്റെ കീയാണ്, ഒരിക്കലും കളയാൻ പാടില്ല, സൂക്ഷിച്ചു വെക്ക് എന്ന് പറഞ്ഞിരുന്നു. സോ അതിനാലാണ് അവൾ ആ കീ ലോക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചത്. അങ്ങനെ അതൊക്കെ ഓർത്ത് ആ വലിയ വീട്ടിലേക്ക്, ആ ബംഗ്ലാവിലേക്ക് വീണ്ടും പോകാൻ തീരുമാനിച്ച് അങ്ങനെ ആ ലോക്കറ്റിൽ നിന്നും കീ എടുത്ത്
അവളുടെ ആ പഴയ വീട് തുറന്ന് അകത്തേക്ക് കടക്കുകയാണ്. അന്നേരം ലിസ്റ്റിനി ചെറുപ്പത്തിൽ അവളുടെ അച്ഛനോടും അമ്മയോടും ഒരു കാര്യം ചോദിച്ചിരുന്നു. അതായത് ഈ ബംഗ്ലാവിന്റെ തൊട്ടപ്പുറത്ത് ആടുകളെ മേച്ചും ജീവിക്കുന്ന ഇന എന്നൊരു ആന്റി ഉണ്ടല്ലോ, നമുക്കും ഇന ആന്റിക്കും തമ്മിൽ എന്താ ബന്ധം എന്ന് ലിസ്റ്റിനി ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഒരു ഷോക്കിംഗ് ആയ കാര്യം അറിഞ്ഞത്. ആടുകളെ മേച്ച് ജീവിക്കുന്ന ഇന ആന്റി മറ്റാരുമല്ല, ലിസ്റ്റിനിയുടെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയാണ്. ലിസ്റ്റിനി അയാളുടെ രണ്ടാമത്തെ ഭാര്യയുടെ മകളാണ്. അക്കാര്യങ്ങളൊക്കെ ലിസ്റ്റിനിയോട് പറഞ്ഞിട്ട് ഇനി മുതൽ ഇനയുടെ മകളോട് നീ കളിക്കാൻ പോകരുത്, എന്തെന്നാൽ ഇനയുടെ മകളുടെ കാലിന് സുഖമില്ല, ഒരു രോഗിയാണ്, അതുകൊണ്ട് അവളുടെ കൂടെ കൂടണ്ട എന്ന് അച്ഛനും അമ്മയും ലിസ്റ്റിനിയോട് പറഞ്ഞിരുന്നു. അതൊക്കെ ലിസ്റ്റിനി ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവിടെ അറും വിഷമിച്ച് കരയുന്നത് കാണാം. എന്തു പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, അതിനാൽ നിങ്ങളെല്ലാവരും എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയിക്കോളൂ. എൻ്റെ അച്ഛനെ എൻ്റെ ശരീരത്തിലെ പ്രേതം കൊന്നതുപോലെ നിങ്ങളെയും അത് കൊല്ലും, നിങ്ങളെങ്കിലും പോയി രക്ഷപ്പെടുക അമ്മേ എന്ന് പറഞ്ഞ് കരയുകയാണ്. ഇല്ല മോളെ, നിന്നെ അങ്ങനെ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ പറ്റില്ല, നീ ഒന്നും വിഷമിക്കണ്ട, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അവളെ കിടത്തി ഉറക്കാൻ അവളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ റൂമിൽ എത്തിയപ്പോൾ പെട്ടെന്ന് ഇനയുടെ പ്രേതം അവളുടെ ശരീരത്തിൽ വരികയും ചെയ്തു. എന്ത് ചെയ്യണം എന്നറിയാതെ ലിസ്റ്റിനിയും ലിയയും ചേർന്ന് അറൂമിൻ്റെ കൈയും കാലൊക്കെ തുണി കൊണ്ട് കെട്ടി കട്ടിലിൽ കെട്ടിവെക്കുകയാണ്. ഈ വീട്ടിലേക്ക് വന്നിട്ട് കുറേ വർഷം ആയല്ലോ, അതിനാൽ ലിസ്റ്റിനി ഓരോ റൂമിലേക്ക് പോയി പഴയ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്കൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മയിൽ വരുന്നത്. അതായത് ലിസ്റ്റിനിയും ഇനയുടെ മകൾ ഇടയും നല്ല പോലെ കളിച്ച് നടന്ന ആ സമയത്ത് ലിസ്റ്റിനിയുടെ അമ്മ വന്നിട്ട് നീ ഇവളുടെ കൂടെ കളിക്കണ്ട എന്നല്ലേ പറഞ്ഞത്, വാ ഇവിടെ എന്ന് പറഞ്ഞ് ലിസ്റ്റിനിയെ പിടിച്ചു കൊണ്ടുപോയിരുന്നു. അതൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ഇവളുടെ ആ കളിക്കൂട്ടുകാരി ഇടയുടെ പ്രേതാത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് കാണാം. പെട്ടെന്ന് ഇടയുടെ ആത്മാവ് മുന്നിൽ വന്ന് ബക്കബക്കാന്ന് ചിരിച്ചിട്ട് പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോകുമ്പോൾ ലിസ്റ്റിനയ്ക്ക് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മയിൽ വരികയാണ്. ഒരിക്കൽ ലിസ്റ്റിനെയും അവളുടെ അച്ഛനും അമ്മയും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അയാളുടെ ആദ്യത്തെ ഭാര്യ അതായത് ഇന അവിടേക്ക് വന്നിട്ട് മനുഷ്യ, ലിസ്റ്റിന ഇവിടെ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മുടെ മകൾ ഇടയെയും നിങ്ങളുടെ കൂടെ ഇവിടെ ഇരുത്തി ഭക്ഷണം കൊടുത്തൂടെ? അത് കേട്ടപ്പോൾ അയാൾക്ക് കലിപ്പ് കയറുകയും എടേ, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇവിടേക്ക് വരാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന്. ഇത് കൈയും കാലും ഒക്കെ നേരെയുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാ, കൈയും കാലും ഒന്നും ശരിയില്ലാത്ത നിന്റെ മകളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത്, നിന്റെ മകൾക്ക് എന്തോ രോഗമുണ്ട്, അവളെ നമ്മുടെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചാൽ നമുക്കും അതേ രോഗം വരില്ല എന്ന് ആർക്കറിയാം, മര്യാദയ്ക്ക് അവളെ കൊണ്ടുപോ, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വന്ന് എൻ്റെ മുൻപിൽ നിർത്തരുത് എന്ന് പറയുകയും അത് കേട്ട് പാവം ഇന അവിടുന്ന് പോവുകയാണ്. ആ കാര്യങ്ങളൊക്കെ ലിസ്റ്റിനി ഇപ്പോൾ ഓർത്ത് വിഷമിക്കുകയാണ്. ചെറുപ്പത്തിൽ ലിസ്റ്റിനി താമസിച്ചിരുന്ന ആ റൂമിൽ പോയി നോക്കുമ്പോൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കൂടി ഓർമ്മയിൽ വരാൻ തുടങ്ങി. അതായത് അന്ന് ഒരു ദിവസം ലിസ്റ്റിനിയുടെ ബർത്ത്ഡേ ദിവസം ലിസ്റ്റിനിയുടെ അടുത്തേക്ക് ഇന വന്നിട്ട് അവൾക്ക് ഒരു ഗിഫ്റ്റ് ഒരു പാവക്കുട്ടി നിർമ്മിച്ചു കൊടുത്തിരുന്നു. എന്നാൽ അത് കണ്ട ലിസ്റ്റിനിയുടെ അച്ഛൻ ആ പാവക്കുട്ടിയെ വാങ്ങിയിട്ട് എടി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ മകളുമായി അടുക്കാൻ പാടില്ല എന്ന്, ഈ പാവക്കുട്ടി തന്നെ നോക്ക്, ആടിൻ്റെ വൃത്തികെട്ട മണമാണ് ഇതിന്, നീയൊക്കെ ഓരോ രോഗങ്ങളുമായി എൻ്റെ മകളുടെ അടുത്തേക്ക് വരരുത്, അവൾക്ക് സുഖമില്ലാതെയാവൂ, അവളുടെ ഒരു പാവക്കുട്ടി എന്ന് പറഞ്ഞ് അതിനെ വലിച്ചെറിഞ്ഞ് ഇൻസൾട്ട് ചെയ്യുകയാണ്. ആകെ വിഷമിച്ച് ഇന അവിടുന്ന് പോവുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് ഇന മകളുടെ കൂടെ ഇരുന്ന് സല്ലപിക്കുമ്പോൾ അവിടേക്ക് ലിസ്റ്റിനി വന്ന് ഇനയുടെ മകളെ ഇടയെ കൂട്ടിക്കൊണ്ട് കളിക്കാനായി കൊണ്ടുപോവുകയാണ്. അന്നേരം അവിടേക്ക് ലിസ്റ്റിനിയുടെ അച്ഛൻ്റെ ഒരു കാർ ഡ്രൈവർ ഉണ്ടല്ലോ ഫഗീർ, അയാൾ വന്നിട്ട് ഇനയോട് ഇനയെ സമാധാനിപ്പിക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങി. നീ ഒന്നും വിഷമിക്കേണ്ട, നീയും മകളും ഈ നാട് വിട്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്ക്, എങ്കിൽ മാത്രമേ നിനക്ക് നിന്റെ മകളെ നന്നായി നോക്കാൻ പറ്റൂ. എന്നാൽ ഇന പറയുന്നത് ഞാൻ പോകില്ല, ഇതാണ് എൻ്റെ നാട്, ഇതാണ് എൻ്റെ വീട്, എന്ത് സംഭവിച്ചാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അതൊക്കെ കേട്ട് ഫഗീറിന് ഒന്നും പറയാൻ പറ്റിയില്ല. ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ അവിടെ ആ ഡ്രൈവറിൻ്റെ ഫഗീറിൻ്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ ലിസ്റ്റിനേക്ക് ഓർമ്മ വന്നത്. അന്നേരം പെട്ടെന്ന് റൂമിലേക്ക് പോയി ലിയയോടും രാമനോടും എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പോകാനുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഈ ഡോർ തുറന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല, ശ്രദ്ധിച്ച് ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് നേരെ ഡ്രൈവർ ഫഗീർ ഉണ്ടല്ലോ അവനെ അന്വേഷിച്ച് പോകാൻ തുടങ്ങി. അങ്ങനെ അവൻ്റെ ഗ്രാമത്തിൽ ഓരോരോ ആൾക്കാരോടും ചോദിച്ച് മനസ്സിലാക്കി ഒടുവിൽ ഫഗീറിനെ കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നിട്ട് അവനോടായി
നിങ്ങൾക്കും ഇനയ്ക്കും തമ്മിലുള്ള ബന്ധം എന്താ എന്നൊരു ചോദ്യം. എന്നാൽ അതിന് മറുപടി പറയാതെ നീ മുതലാളിയുടെ മകളല്ലേ, നിനക്കെന്താ വേണ്ടത് എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ഏയ് എൻ്റെ മുൻപിൽ അഭിനയിക്കരുത്, ഞാനും എൻ്റെ അച്ഛനും അമ്മയും പോയിക്കൊണ്ടിരുന്ന കാർ ആക്സിഡൻ്റ് ആയപ്പോൾ കൃത്യം അവിടേക്ക് നിങ്ങൾ വന്നു എന്നെ രക്ഷിച്ചു കൂട്ടിക്കൊണ്ടുപോയി. എങ്കിൽ നിങ്ങൾക്കും ഇനയ്ക്കും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, എന്താണെന്ന് മര്യാദയ്ക്ക് അത് പറ എന്ന് പറഞ്ഞ് കത്തി വീശി കാണിക്കുമ്പോൾ ഇപ്പോഴാണ് ഇവൻ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് കാര്യം പറയുന്നത്. അതെന്തെന്നാൽ തുടക്കത്തിൽ ലിസ്റ്റിനിയുടെ അച്ഛൻ സൂര്യയും ഇനയും ആണ് കല്യാണം കഴിച്ചത്. എന്നാൽ കല്യാണം കഴിച്ച് അതിനുശേഷം ഉണ്ടായ കുട്ടിയാണ് ഇടയ്ക്ക് കാലിന് സുഖമില്ലാത്തതിനാൽ സൂര്യക്ക് ഇനയോട് ദേഷ്യം വരികയാണ്. എന്തെന്നാൽ അയാൾ ആ നാട്ടിലെ വലിയൊരു കോടീശ്വരനായിരുന്നു. സോ അങ്ങനെയുള്ള ഒരു കോടീശ്വരനായ വ്യക്തിക്ക് ഇങ്ങനെ ഒരു മകളുള്ള കാര്യം പുറത്തറിയുമ്പോൾ നാട്ടുകാർ ഓരോന്നും പറഞ്ഞു ചിരിക്കും എന്ന് സ്വയം ചിന്തിച്ച് അതൊരു അപമാനമായി കണ്ട് ആ മകളെ കൈകൊണ്ട് തൊട്ടതുപോലുമില്ല. അതിനാൽ ഇനയോട് താല്പര്യമില്ലാത്ത സൂര്യ രണ്ടാമതായി ഒരു കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച ശേഷമാണ് അറൂം ജനിച്ചത്. അറൂമിന് കൈയും കാലൊക്കെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ഉള്ളതിനാൽ ഭാര്യയോടും ആ കുട്ടിയോടും സൂര്യക്ക് കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ആദ്യത്തെ ഭാര്യയായ ഇനയെയും മകളായ ഇടയോടും ഒരു സ്നേഹപ്രകടനം പോലും സൂര്യ നടത്തിയില്ല. കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ച് അവളുടെ കാലിൻ്റെ പ്രശ്നം സുഖപ്പെടുത്താൻ ഒക്കെ കഴിയും. പക്ഷെ സൂര്യ അതിന് ശ്രമിച്ചതേയില്ല. അങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാതെ വരുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇട മരിക്കുകയായിരുന്നു. ആ ഒരു ദേഷ്യത്തിലാണ് ഇന തന്റെ മകൾ ഇട മരിച്ച ആ ഒരു ദേഷ്യത്തിൽ തന്റെ ഹസ്ബൻഡ് സൂര്യ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കാത്തതിലും ആകെ കലിപ്പിലായ ഇന അവിടെയുള്ള അവൾ വളർത്തിക്കൊണ്ടുവന്ന ആടിനെയൊക്കെ കത്തിയെടുത്ത് കൊടൂരമായി വെട്ടിക്കൊന്ന് ആടിനെ മാത്രമല്ല തന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയെ മൊത്തത്തിൽ വെട്ടിനുറുക്കാനുള്ള കലിപ്പിലാണ് ആ ബംഗ്ലാവിലേക്ക് കയറിപ്പോയത്. എന്നാൽ അന്ന് അറൂമിന്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. അവളുടെ സന്തോഷം കണ്ട് എന്തിനാ വെറുതെ അവളുടെ സന്തോഷം കളയുന്നത് എന്നോർത്ത് ഇന സങ്കടപ്പെട്ട് അവരുടെ മുൻപിൽ വെച്ച് തന്നെ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ മരിച്ചുപോയ ഇന ചുമ്മാ പ്രേതമായി വന്നവളല്ല. ഇനയെ ഫഗീർ വൺ സൈഡായി ലവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് അനുഭവപ്പെട്ട ഓരോ കൊടൂരതകളും അവൻ കണ്ടിരുന്നു. അതിനാൽ അവളെ ദ്രോഹിച്ചവരെ വെറുതെ വിടാൻ പാടില്ല, പ്രതികാരം ചെയ്യണം എന്നൊരു മനസ്സോടെ അവളുടെ ബോഡി കുഴിച്ചെടുത്ത് അവന് മന്ത്രതന്ത്ര വിദ്യകളൊക്കെ അറിയാമായിരുന്നു. അതിനുവേണ്ടി അവളുടെ പുറത്തുള്ള കുറച്ച് തോല് കീറി മുറിച്ചെടുത്ത് അവളുടെ ആ തോലിൽ മന്ത്രവചനം ഒക്കെ എഴുതി മന്ത്രകർമ്മങ്ങൾ ഒക്കെ ചെയ്തതോടു കൂടിയാണ് ഇനയുടെ കൊടൂര ഭാവമുള്ള ആ കൊടൂര പ്രേതാത്മാവ് വന്നത്. അതിനുശേഷമാണ് ഇനയുടെ പ്രേതം സൂര്യയുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും ആക്രമിക്കാൻ തുടങ്ങിയതും സൂര്യയെ തന്നെ അയാളുടെ മകളായ അറൂമിൻ്റെ ശരീരത്തിൽ കയറി കൊലപ്പെടുത്തിയത്. അങ്ങനെ ഇപ്പോൾ അറൂമിൻ്റെ പിറന്നാൾ വരാൻ വെറും 1 മണിക്കൂർ നേരം മാത്രമേ ഉള്ളൂ. ആ സമയം കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലാകും. എടാ, എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് എൻ്റെ മകളെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? അവൾ എന്ത് തെറ്റാ ചെയ്തേ? അവളെ ഒന്നും ചെയ്യരുത്, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. അത് കേട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊടൂര പകയുള്ള ആ പ്രേതത്തെ തടുത്തു നിർത്താൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നവൻ പറയുകയാണ്. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്, ഇപ്പോഴല്ല, പിന്നെ ആദ്യം ഞാൻ എൻ്റെ മകളെ രക്ഷിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ലിസ്റ്റിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ നേരം വീട്ടിൽ അറൂമിൻ്റെ ദേഹത്താണെങ്കിൽ ആ പ്രേതം മൊത്തമായി കയറിക്കഴിഞ്ഞു. പ്രേതം കയറിയ അറൂം അവിടെ വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങി. ചുമരിലൊക്കെ ഓടി നടക്കുകയാണ്. അതൊക്കെ കണ്ട് ലിയയും കുട്ടിപ്പയ്യനും പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. പ്രേതം സീലിങ്ങിലൂടെ നടന്ന് സീലിംഗ് പൊട്ടിച്ച് നേരെ താഴെ വന്ന് കത്തിയുമായി നിൽക്കുമ്പോൾ നോക്കിയാൽ ഇപ്പോൾ കുട്ടിപ്പയ്യനെ കാണാനില്ല. അന്നേരം ലിയ അവനെ അന്വേഷിച്ചു കൊണ്ടിരിക്കെ നോക്കിയാൽ ഒരു വശത്ത് ബാത്റൂമിൽ നിന്നിട്ടുണ്ട്. അവനെ രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് പോയി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ബാത്റൂമിൻ്റെ ഡോർ ഒരൊറ്റ അടയൽ. ഇതേ നേരം ലിസ്റ്റിന ആണെങ്കിൽ കാട്ടുവഴിയിലൂടെ വീട്ടിലേക്ക് ഓടി വരുമ്പോൾ ഇന താമസിക്കുന്ന ആ ചെറിയ കൂടാരം കാണുകയാണ്. അതിലൂടെ ഇനയുടെ പ്രേതം കയറിയ അറൂം ഓടിപ്പോകുന്നത് കാണുകയും ആ വീട്ടിലേക്ക് ലിസ്റ്റിന് പോയി നോക്കുമ്പോൾ അറൂമിനെ കാണാനില്ല. കട്ടിലിനടിയിൽ ഒളിഞ്ഞിരിക്കുകയാണോ എന്ന് കുനിഞ്ഞു നോക്കുമ്പോൾ അവിടെയും കണ്ടില്ല. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇനയുടെ മകളുടെ, അതായത് ഇടയുടെ പ്രേതം അവിടെ നിന്നതായി കാണുകയാണ്. ഇട പഴയ കൂട്ടുകാരിയാണല്ലോ. അവൾക്ക് ലിസ്റ്റിനിയെ ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. അതിനാൽ അവൾ എന്തോ ഒന്ന് കൈ കാട്ടുകയാണ്. ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ അറൂം ഒരു മരത്തിൽ നഖം കൊണ്ട് മാന്തി നിൽക്കുന്നത് കാണുകയാണ്. ഓടി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവളെ കാണാനില്ല. പെട്ടെന്ന് അറൂമിൻ്റെ ശബ്ദം 4 ദിക്കിൽ നിന്നും കേൾക്കാൻ തുടങ്ങി. മോളെ അറൂമേ, നീ എവിടെയാ എന്ന് അലറി ചോദിക്കുകയാണ്. അവസാനം ദേ നിൽക്കുന്നു അറൂം. അവളുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ നിന്നൊക്കെ രക്തം ഒഴുകുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ശരീരം കീറി മുറിഞ്ഞ് നിലത്തേക്ക് വീണ് അവൾ മരിച്ചു പോവുകയാണ്. അത് കണ്ട് എൻ്റെ മോള് പോയി, എൻ്റെ മോളെ
മോളെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അലറിക്കരയുകയാണ്. നോക്കിയാൽ അവിടെ അവളെ കാണാനില്ല. അത് യഥാർത്ഥത്തിൽ പ്രേതത്തിന്റെ ഒരു മായാവിദ്യയായിരുന്നു. അത് അറൂം ആയിരുന്നില്ല. പെട്ടെന്ന് മേലെ നിന്ന് എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോൾ ദേ മുകളിൽ നിന്നും പ്രേതം മെല്ലെ മെല്ലെ ഇറങ്ങി വരുന്നു. പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് ദേഷ്യവും കലിപ്പും ഭയവും തോന്നിയ ലിസ്റ്റിനി അലറി പറയുന്നു, ഹേയ് ഇന, എൻ്റെ മകളെ എനിക്ക് തിരിച്ചു താ. അവളെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് അലറി അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ട് ഓടുകയാണ്. അങ്ങനെ ഓടി ഒരു അരുവിയുടെ അടുത്ത് എത്തുമ്പോഴാണ് അവിടെ അരുവിയിലേക്ക് വീഴുന്ന പോലെ അറൂം നിൽക്കുന്നത് കാണുന്നത്. മോളെ വേണ്ട, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പ്രേതം കൊലവെറിയിൽ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് എൻ്റെ ഭ്രാന്ത് മാറ്റാനല്ലേ നിങ്ങൾ നോക്കിയത്? ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഭ്രാന്തായ പോലെ അലഞ്ഞു നടക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ലിസ്റ്റിനി അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അറൂമിൻ്റെ ദേഹത്തേക്ക് ഒരു തുണി വന്ന് മൂടുകയാണ്. അത് ഫഗീറായിരുന്നു. അവൻ അറൂമിൻ്റെ ശരീരത്തിലെ പ്രേതത്തെ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇനയുടെ പുറത്തു നിന്ന് ഒരു കഷ്ണം തോല് മുറിച്ചെടുത്ത് അതിൽ മന്ത്രം ചെയ്താണല്ലോ ഇനയുടെ പ്രേതാത്മാവിനെ വരുത്തിയത്. അതിനാൽ ആ തോലെടുത്ത് അതിനെ കത്തിച്ച് കളഞ്ഞ് ഇനി നീ അറൂമിൻ്റെ ശരീരം വിട്ടു പോ ഇന എന്ന് പറഞ്ഞ് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിയതും പെട്ടെന്ന് ഇനയുടെ ആ പ്രേതാത്മാവ് അറൂമിൻ്റെ ശരീരം വിട്ടു പോവുകയും ചെയ്തു. അതിനുശേഷം അറൂം ലിസ്റ്റിനിയെ കെട്ടിപ്പിടിച്ച് അമ്മേ എന്ന് പറഞ്ഞ് അലറിക്കരയുകയാണ്. അന്നേരം ഫഗീർ ആണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിട്ടു പോകണം, എന്നിട്ട് ബാക്കി കാര്യം പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ അങ്ങനെ ആ അരുവി വിട്ടു പോകാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് ആ അരുവിയിലേക്ക് ലിസ്റ്റിനിയും ഫഗീറും ഒരൊറ്റ വീഴ്ച. എന്നാൽ വീണതല്ല, ഇനയുടെ പ്രേതം അവരുടെ കാല് പിടിച്ചു വലിച്ചതാണ്. അതൊക്കെ കണ്ട് അറൂമിന് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ അമ്മയെ വിളിച്ചു നിൽക്കുകയാണ്. വെള്ളത്തിൽ വീണ ഫഗീറിന്റെ തല പ്രേതം വെട്ടിയെടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത്. ആ തല പൊക്കി നോക്കുമ്പോഴാണ് ലിസ്റ്റിനിക്ക് കാര്യം മനസ്സിലായത്. അറൂമിന്റെ പിറന്നാൾ ദിവസത്തിന് ഇനി വെറും 3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ലിസ്റ്റിനി ഒരു വിധത്തിൽ നീന്തി കരയിലെത്തി അറൂമിനെ കെട്ടിപ്പിടിച്ച് നമ്മൾ രക്ഷപ്പെട്ടു, പ്രേതം നമ്മെ വിട്ടു പോയി എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നും ദേ പറന്നു വരുന്നു ഇനയുടെ പ്രേതം. ലിസ്റ്റിനിയുടെ നേർക്ക് വരുന്നത് കണ്ട് അടുത്തെത്തുന്നതിന് മുൻപ് മര്യാദയ്ക്ക് എൻ്റെ മകളെ വിട്ടുപോ എന്ന് പറഞ്ഞെങ്കിലും ഇനയുടെ പ്രേതം നേരെ ലിസ്റ്റിനിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അറൂമിനെ ആയിരിക്കുമല്ലോ കൊല്ലാൻ പോകുന്നത്. എന്നാൽ ഇവിടെ മറ്റൊന്നാണ് നടക്കുന്നത്. അതെന്തെന്നാൽ തുടക്കം മുതൽ ഇതുവരെ ലിസ്റ്റിനി പോരാടിക്കൊണ്ടിരുന്നത് തൻ്റെ മകളെ അറൂമിനെ രക്ഷിക്കാൻ ആണല്ലോ. ഇപ്പോൾ പ്രേതം ലിസ്റ്റിനിയെ കൺട്രോൾ ചെയ്ത് അറൂമിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ലിസ്റ്റിനി അതിന് തയ്യാറാകുന്നില്ല. അതിനാൽ മോളെ ഇവിടുന്ന് പോയിക്കോ, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഇവിടുന്ന് പോയിക്കോ എന്ന് പറയുകയാണ്. എന്നാൽ അറൂം ആണെങ്കിൽ ഇല്ല അമ്മേ, നിങ്ങളെ വിട്ട് ഞാൻ പോകില്ല, നിങ്ങളും എൻ്റെ കൂടെ വരണം എന്ന് പറയുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ ലിസ്റ്റിനി അവസാനം ഒരു കാര്യം തീരുമാനിക്കുകയാണ്. പ്രേതാത്മാവ് തൻ്റെ ശരീരത്തിൽ ഉള്ളപ്പോൾ തന്നെ തൻ്റെ ജീവൻ കളഞ്ഞാൽ ആ പ്രേതാത്മാവിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. ലിസ്റ്റിനി മകൾക്ക് വേണ്ടി അവിടെയുള്ള ഒരു പാറയിൽ തലയിടിച്ച് സ്വയം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതോടെ ശരീരത്തിലുള്ള പ്രേതം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ മകൾക്ക് വേണ്ടി ലിസ്റ്റിനി തൻ്റെ ജീവൻ സാക്രിഫൈസ് ചെയ്തത് കണ്ട് മകൾ അറൂം അമ്മയെ കെട്ടിപ്പിടിച്ച് അലറിക്കരയുകയാണ്. അങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ലിസ്റ്റിനിയുടെ കല്ലറയ്ക്ക് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളായ അറൂമിനെയും രാമനെയും പിന്നെ ലിയയെയും കാണാം. ബാത്റൂമിൽ വെച്ച് ഡോർ അടച്ചതിനാൽ ലിയയ്ക്കും രാമനും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനയുടെ പ്രേതാത്മാവ് കാരണം മരിച്ചത് ലിസ്റ്റിനി മാത്രമാണ്. അറൂം പറയുന്നു, അമ്മേ, ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. ഞാൻ ഇനി മുതൽ അവിടെ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇതൊക്കെ കാണാനില്ല എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അന്നേരം ലിയ പറയുന്നു, അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വിഷമിക്കേണ്ട. അറൂമിനെയും രാമനെയും ഞാൻ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിക്കോളാം. അമ്മ സ്വർഗത്തിൽ സന്തോഷത്തോടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ 3 പേരും അവിടുന്ന് പോകുമ്പോൾ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.